ഓക്കേ. ചേട്ടാ, ഇത് നാഗ്പൂരിൽ നിന്നുള്ള ഓറഞ്ചാണോ? അതെ. ഇതിന് എത്ര രൂപയാ? അത് കിലോയ്ക്ക് 200 രൂപ. അത് ശരി, നല്ല കത്തി വിലയാണല്ലോ ഈടാക്കുന്നത്. എടോ, നാഗ്പൂര് കിലോ 50 രൂപയ്ക്കാ കൊടുത്തോണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ നാഗ്പൂരിൽ പോയി ഓറഞ്ച് വാങ്ങിച്ചാ മതി. എന്നാ ശരി ചേട്ടനാ, കടയുടെ അഡ്രസ് താ, ഞങ്ങൾ പോയി മേടിച്ചോളാം. അല്ല, ഇവൻ കുട്ടിക്കാലത്ത് ഇങ്ങനെയാണോ അതോ ഇടയ്ക്ക് ഇവന്റെ തലയിൽ വല്ല തേങ്ങ മറ്റു വീണായിരുന്നോ? അതൊക്കെ വിട്ടേക്ക് ചേട്ടാ, ഓറഞ്ചിന്റെ ശരിക്കുള്ള വിലയൊന്ന് പറയുന്നേ. ആ ഓറഞ്ചിന് നല്ല മധുരമുണ്ടെന്ന് നിങ്ങളെടുത്ത് കഴിച്ചു നോക്കൂ കുട്ടികളെ. ഓക്കേ. അല്ല, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അല്ല, ചേട്ടനല്ലേ പറഞ്ഞത് ചെക്ക് ചെയ്ത് നോക്കാൻ, അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. അതിന് ഇത്ര എണ്ണ എടുത്ത് കഴിച്ചു നോക്കണമായിരുന്നോ? ഇനി ഏതായാലും 4 ഓറഞ്ചിന്റെ പൈസ തന്നിട്ട് നിങ്ങൾ പോയാ മതി. അതെ കൊച്ചളിയാ, നമുക്ക് ഏതായാലും ഒരു 4 ഓറഞ്ച് കൂടി വാങ്ങിക്കാം. അപ്പൊ പിന്നെ വാങ്ങിയ ഓറഞ്ചിന്റെ പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ. അതെ, വേഗം പോകാൻ നോക്ക്. ഞാൻ എന്റെ ഓറഞ്ച് നിങ്ങൾക്ക് വിൽക്കുന്നില്ല. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, നിങ്ങളും എന്റെ സുഹൃത്തുക്കളല്ലേ? നന്നായി നിങ്ങളെ കണ്ടത്. കൊച്ചളിയ, അതിന് നമ്മളെപ്പോഴാ കാണണ്ടായേ? അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളെ കണ്ടത് എനിക്ക് വളരെ സന്തോഷമായി. അയ്യോ, നീ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? എന്റെ ശരീരത്തിന് നല്ല സുഖമില്ല. എന്നാ പിന്നെ നിനക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തൂടെ? എന്തിനാ പുറത്തിങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ ബാലുവിന് വേണ്ടി ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ആ ജോലി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? അല്ല, എന്താണ് ജോലി? മരുന്നുകളുടെ ടെമ്പോതായി കാണുന്ന അഡ്രസ്സിൽ കൊണ്ടുപോയി എത്തിക്കണം. ശരി, ഇത് ഞങ്ങൾ എത്തിച്ചോളാം. നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു. എടാ, ടെമ്പോ തന്നിട്ട് പോടാ. ടെമ്പോ ആരെങ്കിലും പോക്കറ്റിലിട്ട് നടക്കാറുണ്ടോ? ജംഗ്ഷനിലുള്ള മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ടെമ്പോയാണ്. അയ്യോ. ഓക്കെ നന്ദു, നീ സൂക്ഷിക്കണം, ആരോഗ്യം നന്നായിട്ട് നോക്കണം കേട്ടോ. ചേട്ടാ, എനിക്ക് വയറുവേദനയ്ക്കുള്ളൊരു ഗുളിക തരുമോ? എടാ മരമുണ്ടോ, ഈ ഗുളിക വയറുവേദന മാറാൻ വേണ്ടിയുള്ളതാണോ? മനസ്സിലായോ? അല്ലാതെ വയറുവേദന ഉണ്ടാക്കാനുള്ളതല്ല. ചേട്ടാ, ഈ കഴുതയുടെ കാര്യം വിട്ട എനിക്കൊരു ഗുളിക താ. അയ്യോ. അയ്യോ, ഇതെന്താ? അവര് നമ്മുടെ ടെമ്പോയും കൊണ്ടാ പോകുന്നത്. പിടിക്കവരെ. ആ ടെമ്പോയി നമുക്ക് അവരെ ഫോളോ ചെയ്യാം. സ്വർണം നിറച്ച പെട്ടികൾ മോഷണം പോയെന്നെങ്ങാനും ബോസ് അറിഞ്ഞാൽ നമ്മളെ കൊല്ലും, അടിക്കും, ഇടിക്കും, തൊഴിക്കും. ബണ്ണി, ഇനി കുറച്ചു നേരം ടെമ്പോ ഞാൻ ഓടിക്കട്ടെ. നമ്മള് ലോങ് ഡ്രൈവിനൊന്നും അല്ല പോകുന്നത്. എത്രയും പെട്ടെന്ന് ജോലി തീർത്തിട്ട് വീട്ടിലെത്താനുള്ളതാ. സംശയമുണ്ടോ? ദേ, നമ്മുടെ ടെമ്പോ നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. എടാ കഴുതേ, അത് നമ്മുടെ അല്ല, നമ്മുടേത് പോലത്തെ വേറെ ടെമ്പോയാ. അവന്മാര് നമ്മളെ ടെമ്പോയും കൊണ്ടാ പോകുന്നത്. എന്തായാലും പോലീസിനെ വിളിക്കാൻ ഞാൻ. മരം മണ്ട, പോലീസ് എങ്ങനെ അവരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർണമായിട്ട് പോലീസുകാർ പോകൂലേ? ഹലോ, അതെ, ഈ ടെമ്പോ ഒന്ന് നിർത്തണേ. ടെമ്പോ നിർത്ത്. എടാ മണ്ട, അവന്മാർ അങ്ങനൊന്നും കേക്കത്തില്ലടാ. നീ ആ ടെമ്പോടെ മേലോട്ട് കേറിട്ടൊന്ന് വിളിച്ച് പറ. ഹലോ, അതെ, ആ ടെമ്പോ ഒന്ന് നിർത്ത്.
ഓ എടാ മരമണ്ട, നീ ടെമ്പോ ഓടിക്ക്, ഞാൻ നോക്കിക്കോളാം. മണ്ടനെ താനാ, ഞാൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് വണ്ടി എങ്ങനെ ഓടിക്കാനാ? എന്റെ പൊന്നെ, ഒന്ന് താഴേക്ക് വാടാ. അയ്യ. അല്ല, ഇയാളെന്തിനാ നമ്മുടെ ടെമ്പോയുടെ മുകളിലേക്ക് ചാടാൻ നോക്കുന്നേ? അയാൾ ഒരു കള്ളനാണെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? പക്ഷേ ഇയാൾക്ക് ഈ മരുന്ന് കിട്ടിയിട്ട് എന്താ കാര്യം? ഇന്നത്തെ കാലത്ത് മരുന്നുകൾക്ക് നല്ല വിലയുണ്ട്. കൊച്ചളിയ നീ ടെമ്പോ ഓടിച്ചോ, അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഉം. ഉം. ക്ഷണിക്കാതെ കയറി വന്ന അതിഥി ആയതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ ടെമ്പോയിലോട്ട് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഓക്കേ. നിന്നെ എന്റെ കൈ കിട്ടും. അയ്യോ, ദേ നമ്മുടെ ടെമ്പോ ലെഫ്റ്റിലോട്ട് പോയി. ലെഫ്റ്റിലോട്ടോ? ഞാൻ നേരെയല്ലേ ഓടിക്കുന്നത്. എടാ മരമണ്ട, നമ്മളിപ്പോ ഓടിക്കുന്ന ടെമ്പോ നമ്മുടേതല്ല, മനസ്സിലായോ? ദേ ആ പോകുന്ന ടെമ്പോ ഇല്ലേ, അതിലാണ് സ്വർണം. അത് നമ്മുടെ മുമ്പിൽ തന്നെ ഇല്ലേ? അയ്യോ, നീ ആ നമ്പർ നോക്ക്, നമ്പർ പ്ലേറ്റ് നോക്കടാ. എടാ ഇത് ആ ടെമ്പോ അല്ല, നീ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. നമ്മളുടെ എത്തി, വേഗം സാധനങ്ങൾ ഇറക്ക്. ഇതാ കള്ളന്മാരാണ്. അയ്യോ ഒന്ന് നിക്കണേ, നിങ്ങൾ അബദ്ധത്തിന് ഞങ്ങളുടെ ടെമ്പോയെ മാറി എടുത്തോണ്ട് വന്നത്. നിങ്ങൾ വേണമെങ്കിൽ സാധനങ്ങൾ ചെക്ക് ചെയ്തോ. സോറി, ടെമ്പോ ഒന്നുപോലെ ഇരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോയതാണ്. ഞാൻ ചെക്ക് ചെയ്തു, അതിൽ ഞങ്ങളുടെ മരുന്ന് തന്നെയാണ് ഉള്ളത്. അതിൽ സ്വർണമുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ സ്വർണ്ണ കച്ചവടക്കാരാണോ? അതെ അതെ, ഞങ്ങൾ സ്വർണ്ണ കച്ചവടക്കാരാ. അത് പിന്നെ വണ്ടി ഷോറൂമിലേക്ക് കൊണ്ടുപോകണ വഴിയാ. പോലീസ് എങ്ങനെ പറഞ്ഞാൽ അത് കേസാവും, പിന്നെ പൊല്ലാപ്പാവും. അതുകൊണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോകുമായിരുന്നു. എടോ, താൻ വെറുതെ ഞങ്ങളെ മണ്ടനാക്കാൻ നോക്കണ്ട, മനസ്സിലായോ? സംശയമുണ്ടോ? സത്യത്തിൽ ഈ സ്വർണം എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എടോ, അത് താനെന്തിനറിയുന്നേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ചേട്ടൻ എന്തിനാ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വെറുതെ ചൂടാവുന്നത്? അവര് ചോദിച്ചാലും കാര്യമില്ലേ? അങ്ങ് പറഞ്ഞൂടെ ഇത് കള്ളക്കടത്ത് മുതലാണെന്ന്? ഒളിച്ചു കടത്തുവാണെന്ന് പറയുന്നേ. എന്തിനാണ് നീ എനിക്ക് തലവേദന ഉണ്ടാക്കുന്നേ? കുറച്ചു നേരം നീ വായ നടക്ക്. ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഇനി നിങ്ങൾ ഈ വണ്ടിയിലല്ല, പോലീസ് വണ്ടി പോയാ മതി. ഇനി കുഴപ്പമില്ല, ഇവന്മാരെ വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോണം. അല്ല, നമ്മൾ തിരിച്ചു പോകുമ്പോ ഇവന്മാരെ കൂടി കൊണ്ടുപോകുന്ന എന്തിനാ? ഇട കഴുതേ, നമുക്ക് ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടേ? ഓക്കേ.
എന്നാലും ഈ കഴുതേനാണല്ലോ സ്വർണം കടത്ത ഏൽപ്പിച്ചത്. വെറുതെ ചെയ്യാത്ത കാര്യം പറയരുത്. ഞാൻ എപ്പോഴാ സ്വർണം കടത്തിയത്? ഹണി, ഈ ലോകത്തിൽ നീ മാത്രമല്ല കഴുതിയായിട്ടുള്ളത്. അല്ല, ഇവനും ഒരു കഴുതയാണല്ലോ. എന്തായാലും പറയുമ്പോ സമ്മതിച്ചിരുന്നുണ്ടല്ലോ. സംശയമുണ്ടോ? ഇന്ന് എന്തായാലും നന്ദുനെ സഹായിക്കാൻ പോയത് വഴി ഇങ്ങനെ ഒരു വലിയ കള്ളത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതെ, സഹായിക്കുന്നതിനോടൊപ്പം നമുക്ക് ഇന്നൊരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞു. അതേതായാലും കൊള്ളാല്ലേ കൊച്ചളിയ. നമ്മൾ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് അതൊരു നല്ല കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്.